നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. എത്രത്തോളം ജനങ്ങൾ എതിർപക്ഷത്ത് കൊല ചെയ്യപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഏതെങ്കിലും ഒരു യുദ്ധം വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് വിലയിരുത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഫലസ്തീനിൽ ഇസ്രായേൽ പതിനായിരക്കണക്കിന് ആളുകളെ കൊല ചെയ്യുന്നുണ്ട്. അതിൽ നല്ലൊരു ശതമാനം കുട്ടികളാണ്, സ്ത്രീകളാണ്. അപ്പോൾ അതൊക്കെ ഇസ്രായേലിൻ്റെ ഒരു യുദ്ധ വിജയമായി ആഘോഷിക്കുന്ന ചില മാധ്യമങ്ങൾ കേരളത്തിലുമുണ്ട്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു കൊള്ളട്ടെ, ഏതെങ്കിലും ആളുകളെ കൊല്ലുന്നതിൻ്റെ പേരിലല്ല യുദ്ധവിജയങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടത്. മറിച്ച് ആ ചെറുത്തുനിൽപ്പിൻ്റെ തീവ്രതയുടെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാവുന്നതാണ് വിയറ്റ്നാം അമേരിക്ക യുദ്ധം. വിയറ്റ്നാമിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. പക്ഷേ അമേരിക്കയുടെ ഭാഗത്ത് പതിനായിരക്കണക്കിന്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഓർമ്മ നിൽക്കുന്നത് ശരിയാണെങ്കിൽ 20,000 മറ്റോ അമേരിക്കൻ ഭടന്മാർ മാത്രമാണ് കൊല ചെയ്യപ്പെട്ടത്. നാപ്പാം ബോംബിട്ട് ഒരുപാട് ആളുകളെ അമേരിക്ക കൊന്നു. പക്ഷെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് അമേരിക്ക ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു, വിയറ്റ്നാം അമേരിക്കയെ മുട്ടുകുത്തിച്ചു എന്നാണ്. അമേരിക്ക കൊന്ന വിയറ്റ്നാമികളുടെ അടിസ്ഥാനത്തിൽ ആരും അമേരിക്ക യുദ്ധത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ചരിത്രം നമ്മെ അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. ഞാനീ പറഞ്ഞു വരുന്നത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തെക്കുറിച്ചാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഫലസ്തീൻ യുദ്ധം വിജയിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നാണ്. അവരുടെ പോരാട്ടങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാകും, ആ രാജ്യം സ്വതന്ത്രമാകും എന്നത് തന്നെയാണ് എൻ്റെ പ്രാർത്ഥനയും വിശ്വാസവും. അതുതന്നെ സംഭവിക്കും എന്ന് തന്നെയാണ് ചരിത്രഗതികളും ഈ വരുന്ന ദിവസങ്ങളിലെ യുദ്ധ വിശകലനങ്ങളും പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇന്നലെയോ മെനഞ്ഞാന്നൊക്കെ ആയിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പെട്ടെന്ന് ഗാസ മുനമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹം ബങ്കറുകൾക്കുള്ളിലാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ രാജ്യത്തിന് ഇസ്രായേലിന് അത് അപമാനകരമായി തോന്നി. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന, അതിനെ നിയന്ത്രിക്കുന്ന ഇസ്രായേലി പ്രധാനമന്ത്രി ബങ്കറുകൾക്കുള്ളിൽ മാളത്തിൽ ഒരു എലിയെപ്പോലെ ഒളിച്ചിരിക്കുന്നു എന്ന ഒരു സത്യം ലോകമാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് നാണക്കേടായി തോന്നി. അദ്ദേഹം ഗസയുടെ ഏതോ മൂലയിൽ, അത് ഹമാസിൻ്റെ ശക്തി കേന്ദ്രമാണോ എന്നൊന്നും എനിക്കറിയില്ല, അവിടെ പ്രതീക്ഷപ്പെട്ടു. കുറച്ച് പട്ടാളക്കാരെ വിളിച്ചു കൂട്ടി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞു, ഞാനിതാ ഗസയിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു വാഗ്ദാനം കൂടി നൽകി. ഗസയിൽ തങ്ങളുടെ ബന്ദികളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ഫലസ്തീനികൾ, ഹമാസ്. 100-ൽ പരം ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കീഴിലാണ്. അവരെ മോചിപ്പിക്കുവാൻ എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് $5 മില്യൺ പാരിതോഷികം അദ്ദേഹം വാഗ്ദാനം ചെയ്തു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നിട്ട് അവരെ ഹമാസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഫലസ്തീനിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കും, സുരക്ഷിതമായ താവളം ഇസ്രായേലിലോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ ഒരുക്കുമെന്ന് പറഞ്ഞു. ദിവസം 4 or 5 കഴിഞ്ഞു, ഒരു പ്രതികരണവും അതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഫലസ്തീനികളുടെ ആത്മാഭിമാനത്തിനു മേൽ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ പ്രലോഭനങ്ങൾ വെറും ജലരേഖകളായി അധപ്പതിച്ചു. അവർക്ക് അവരുടെ രാഷ്ട്രത്തിൻ്റെ സ്വതന്ത്രമാണ് വലുത് എന്ന് അവർ ആത്മാവിൽ തട്ടി പ്രതികരിച്ചിരിക്കുന്നു. ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ $5 മില്യൺ വാഗ്ദാനം അവർ തിരസ്കരിച്ചിരിക്കുന്നു. അതുതന്നെ ആ ജനതയുടെ ഉജ്ജ്വലമായ സ്വതന്ത്ര സമരത്തോടുള്ള വാജ്യയ്ക്ക് ഉദാത്തമായ തെളിവായി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്രായേലി യുദ്ധത്തിൽ പൂർണ്ണ പരാജയമാണെന്നാണ്. ഒന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം, ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധ കച്ചവടം തകർന്ന് തരിപ്പണമായതാണ്. ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഇംഗ്ലണ്ട് വരെ അവർക്ക് നൽകിയിരുന്ന ആയുധ കരാർ റദ്ദാക്കുന്നു എന്നുള്ളതാണ്. കാരണം നിരന്തരമായി ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ, അവരുടെ ട്രോണുകൾ, ഹിസ്ബുള്ളയ്ക്ക് നേരെ തൊടുത്തുവിടുന്ന ട്രോണുകൾ ആക്രമിച്ച് നശിപ്പിക്കുന്നതിൻ്റെ വീഡിയോകൾ അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ അപ്ലോഡ് ചെയ്യുകയാണ്. ഇത് കാണുന്ന ഏത് രാജ്യമാണ് ഇസ്രായേലിൻ്റെ ആയുധം വാങ്ങിക്കുക? അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന് നൽകുന്ന വലിയ തിരിച്ചടികളാണ് ഇത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതോടെ ഹിസ്ബുള്ള ലക്ഷ്യമാക്കുന്നത്. മറ്റൊന്ന് അവരുടെ ടൂറിസം മേഖലയാണ്. ഹൈഫ മുതലായ ടൂറിസം മേഖല ലക്ഷ്യമാക്കി തന്നെ ഹിസ്ബുള്ളയും ഹമാസും ആക്രമണം നടത്തുന്നു. അവിടെ നിന്ന് ടൂറിസ്റ്റുകൾ വരുന്നത് നിൽക്കുന്നു, അവരുടെ ടൂറിസം മേഖല തകർന്നു പോകുന്നു. മറ്റൊന്ന് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, അവർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന് ആ രാജ്യത്ത് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ജൂതന്മാരാണ്. നമുക്കറിയാം, പോർച്ചുഗലിൽ, ജർമ്മനി, ഓസ്ട്രേലിയ, അമേരിക്ക മുതലായ രാജ്യങ്ങളിൽ നിന്നുള്ള ജൂതന്മാരെ ക്ഷണിച്ചു കൊണ്ടുവന്നാണ് ഇസ്രായേൽ അവരുടെ രാജ്യത്തിന് പൗരത്വം കൊടുക്കുന്നത്. അത് മിക്കപ്പോഴും അപ്പുറത്തുള്ള ഫലസ്തീനികളുടെ വീടും പുരയിടവും ഒക്കെ പിടിച്ചെടുത്തുകൊണ്ടായിരിക്കാം, ഫലസ്തീനി അറബികളെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിക്കൊണ്ടായിരിക്കാം. ഇത്തരം അധിനിവേശ പൗരത്വം കിട്ടുന്ന ആളുകൾക്കെതിരെ ഹിസ്ബുള്ള നടത്തുന്ന അല്ലെങ്കിൽ ഹമാസ് നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്ന് അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോവുകയാണ്. കാരണം അവർക്കൊരിക്കലും ഇസ്രായേൽ തങ്ങേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് മറ്റൊരു രാജ്യം കൂടിയുണ്ട്, അവിടുത്തെ പൗരത്വം കൂടി അവർക്കുണ്ട്. അതുകൊണ്ട് അവരവരുടെ രാജ്യത്തേക്ക്, സുരക്ഷിതമായ രാജ്യത്തേക്ക് തിരിച്ചു പോവുകയാണ്.
ഇസ്രായേലിന് തിരിച്ചടിയാണ്. ഏകദേശം 4-4.5 ലക്ഷം ആളുകൾ അവർ വന്ന രാജ്യത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ പൗരത്വം, ഇസ്രായേലിലെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. അതും അവർക്ക് തിരിച്ചടിയാണ്. മറിച്ച് ഫലസ്തീനികൾക്ക് പോകാനൊരു രാജ്യമില്ല. അവരവരുടെ രാജ്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. അതുകൊണ്ട് തന്നെ അവർ ജീവൻ നൽകി ഈ പോരാട്ടത്തെ വിജയിപ്പിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൻ്റെ ഒരു ടോട്ടൽ അവലോകനം, ഇനിയും എത്രയെത്ര ഘടകങ്ങളുണ്ട്, ടോട്ടൽ അവലോകനം എടുക്കുമ്പോൾ യുദ്ധം ഇസ്രായേലിനെ സംബന്ധിച്ച് പൂർണ്ണമായ പരാജയം ആണ് എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര തലങ്ങളിൽ എടുക്കുന്ന സംഭവങ്ങൾ ഞാൻ മറ്റൊന്നുകൂടി സൂചിപ്പിക്കാം. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടൊക്കെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറണ്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ആ വാറണ്ട് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമ്മൾ ആദ്യം എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തു. കേരളത്തിലെ പ്രത്യേകിച്ച് ചില പ്രത്യേക അജണ്ടയോട് കൂടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇത് വെറും ജലരേഖയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ രോമത്തിൽ, അദ്ദേഹത്തിൻ്റെ മൈരിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു അവർ പ്രചരിപ്പിച്ചത്. പക്ഷേ സംഭവഗതികളൊക്കെ ആകെ മാറുകയായിരുന്നു. പ്രധാനപ്പെട്ട രാജ്യങ്ങൾ നമുക്കറിയാം, കാനഡ വരെ പറഞ്ഞിരിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു കാനഡയിലെത്താൽ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ വിചാരണയ്ക്ക് വിധേയമാക്കുമെന്ന്. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ്റെ വിദേശകാര്യ വിദഗ്ധൻ പറഞ്ഞിരിക്കുന്നു ഈ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഗസയിൽ നടത്തിയ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യേണ്ടതാണെന്ന് യൂറോപ്യൻ യൂണിയൻ്റെ വിദേശകാര്യ വിദഗ്ധൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ, നോർവേ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ എതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച യുദ്ധ വാറണ്ട് നിലനിൽക്കേണ്ടതാണെന്നും അദ്ദേഹം തങ്ങളുടെ രാജ്യത്ത് വന്നാൽ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ വിചാരണയ്ക്ക് വിധേയനാക്കും എന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടികളാണിത്. അത് നമ്മൾ അവരുടെ പരാജയമായി തന്നെ കണക്കാക്കണം. സത്യമായി അംഗീകരിക്കുക തന്നെ വേണം. മറ്റൊന്ന്, അയൺ ഡ്രോമുകളുടെ വിശ്വസ്തത അത് ഇടിഞ്ഞു തകർന്നു വീണു എന്നതാണ്. ഇപ്പോൾ 100 കണക്കിന് മിസൈലുകളാണ് ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയുമായി വന്നു പതിക്കുന്നത്. അയൺ ഡോമുകൾ എന്ന ലോകത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷിത കവചം ഇസ്രായേലിൻ്റെ കയ്യിൽ അത്ര സുരക്ഷിതമല്ല, ഇസ്രായേലിലെ ജനങ്ങളും സുരക്ഷിതമല്ല എന്നൊരു തത്വം അത് ലോക ജനതയ്ക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ആയുധ വ്യാപാരത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇസ്രായേലിലെ സുരക്ഷിതമായി കഴിഞ്ഞിരുന്ന ഇസ്രായേലി ജനതയ്ക്ക് ഒന്ന് പുറത്തിറങ്ങുവാൻ പറ്റാത്ത വിധം ബങ്കറുകൾക്കുള്ളിലേക്ക് അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഫലസ്തീനികളുടെ അവരുടെ പോരാട്ടത്തിൻ്റെ വിജയം തന്നെയാണ്. ഒരിക്കലും ഹിംസയെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷേ അതവരുടെ വിജയം തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്തായാലും തൽക്കാലം ഈ വീഡിയോ ഞാൻ വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുവാൻ അപേക്ഷ. ചാനലുകൾ പൂട്ടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ തന്ന് സഹായിക്കുക, പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ഇതിനേക്കാൾ ഉപരിയായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഇസ്രായേലും ഫലസ്തീനും എന്ന് പറയുന്ന രാജ്യം പരസ്പരം സ്നേഹത്തോടും സഹവർത്തത്തോടും കൂടി നിന്നാൽ മാത്രമേ ഇരു രാജ്യങ്ങളുടെയും ഒരു സ്വാതന്ത്ര്യം അത് ശാശ്വതമാകുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം രണ്ടു ഭാഗത്തുമുള്ള ഒരു തീവ്ര വിശ്വാസം പുലർത്തുന്ന ആളുകൾ, തീവ്ര ദേശീയവാദികളാണ്. ഇസ്രായേലിൻ്റെ രാജ്യത്തെ അംഗീകരിക്കാത്തതും തിരിച്ച് ഫലസ്തീനുകളുടെ രാജ്യാവകാശത്തെ അംഗീകരിക്കാത്തതും അവിടെയുള്ള തീവ്ര സയനിസ്റ്റ് വിഭാഗമാണ്. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ മാത്രമേ ഇരു രാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യം സഫലമാകൂ എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അങ്ങനെ ഇരുഭാഗത്തുമുള്ള ഇസ്രായേലും ഫലസ്തീനുമുള്ള തീവ്ര വിഭാഗങ്ങൾക്കിടയിൽ ഒരു രഞ്ജിപ്പിൻ്റെ മനോഭാവം ദൈവമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം.